നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചരിത്രമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് അല്ലേ, കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, വേൾഡ് ചരിത്രം എന്നുള്ള ലോക ചരിത്രം എന്നുള്ളതിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ചരിത്രത്തിലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതായത് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അതായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വരാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻസ് ഒന്നും കൊടുക്കാത്തത്, കൺഫ്യൂഷനും വേണ്ട എന്ന് വെച്ച്. ഓക്കെ, അപ്പം ഇതായി റിലേറ്റ് ചെയ്ത്, അതായത് ഇംഗ്ലണ്ടിലെ റെവല്യൂഷനായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആ ലോക ചരിത്രം എന്നുള്ളതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ഇതല്ലാതെ ഇത് മാത്രമായിട്ട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഹിസ്റ്ററിയിൽ വേൾഡ് ഹിസ്റ്ററി പഠിക്കാൻ ഈ കുറച്ച് റെവല്യൂഷൻസും പിന്നെ യു എൻ അതായി റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ വേൾഡ് ഹിസ്റ്ററി ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ആവും അല്ലേ, ഐക്യരാഷ്ട്രസഭയുടെയും കാര്യങ്ങളൊക്കെ ചേർത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അഥവാ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളൊന്ന് ആലോചിക്കാം. ഞാനിതിൽ ആൻസർ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം എന്നാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം എന്നാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688 ആണ്. ഇനി മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത് മറ്റൊരു പേരെന്താണ്? മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേര്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? ബ്ലഡ്ലെസ് റെവല്യൂഷൻ അഥവാ രക്തരഹിത വിപ്ലവം അല്ലേ, രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നു. രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഈ മഹത്തായ വിപ്ലവത്തെയാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശം ഏതാണ്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശം ഏത് രാജവംശമാണ്? ട്യൂഡർ രാജവംശമാണ്. ട്യൂഡർ രാജവംശം അല്ലേ, ട്യൂഡർ രാജവംശം. ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന ആ ടോപ്പിക്ക് അധികമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് ചോദിക്കാറുള്ളൂ. ഇപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, പിന്നെ അമേരിക്കൻ, അതൊക്കെ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയൊന്നുമില്ല. അപ്പം ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശം ഏതാണ്? ട്യൂഡർ രാജവംശമാണ്. ഏതാണ്? ട്യൂഡർ രാജവംശം. ഇതിൻ്റെ കാലഘട്ടം കൂടി ഒന്ന് ഓർത്തിരുന്നോളാം. 1485 മുതൽ 1603 വരെയാണ് കേട്ടോ. 1485 മുതൽ 1603 വരെയാണ് ട്യൂഡർ രാജവംശത്തിൻ്റെ ഭരണകാലഘട്ടം. ട്യൂഡർ രാജവംശത്തിന് ശേഷം ഭരണം നടത്തിയ രാജവംശം ഏതാണ്? ട്യൂഡർ രാജവംശത്തിന് ശേഷം ഭരണം നടത്തിയത് ഏതാണ്? സ്റ്റുവർട്ട് രാജവംശമാണ് കേട്ടോ. സ്റ്റുവർട്ട് രാജവംശം. ട്യൂഡർ കഴിഞ്ഞിട്ട് വന്നത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്? സ്റ്റുവർട്ട് രാജവംശമാണ്. ഇപ്പോൾ ഈ സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ കാലഘട്ടം എങ്ങനെയായിരിക്കും? 1603 മുതൽ 1714 വരെ. 1603 മുതൽ 1714 വരെ. എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ആക്കി, എല്ലാം ക്വസ്റ്റ്യൻസ് ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിലുള്ളതെല്ലാം നമുക്ക് ചോദിക്കാറില്ല, എന്നാലും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ ഡിഗ്രി പ്രിലിംസിനും എല്ലാത്തിനും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്നത് ട്യൂഡറാണ്. ട്യൂഡർക്ക് ശേഷം വന്നതാണ് സ്റ്റുവർട്ട്. ഓക്കെ, അപ്പോൾ ഈ ട്യൂഡർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് പാർലമെൻറ്റുമായിട്ട് സഹകരിച്ച് ഭരണം നടത്തിയവരാണ് കേട്ടോ. ഏത്? ട്യൂഡർ രാജാക്കന്മാർ പാർലമെൻറ്റുമായിട്ട് സഹകരിച്ച് ഭരണം നടത്തിയതായിരുന്നു. എന്നാൽ സ്റ്റുവർട്ട് എന്ന് പറയുന്നതോ? സ്റ്റുവർട്ട് രാജവംശം എന്ന് പറയുന്നത് അവർ കൂടുതലായിട്ട് ഫ്യൂഡൽ വക്താക്കളായിരുന്നു. ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളൊക്കെ ആയിരുന്നു ഈ സ്റ്റുവർട്ട് രാജാക്കന്മാർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചത് ആരാണ്? പെറ്റീഷൻ ഓഫ് റൈറ്റ്. ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചത് ആരാണ്?
ചാൾസ് ഒന്നാമനാണ് കേട്ടോ. ചാൾസ് ഒന്നാമനാണ്. ആ ഓർഡിനൽ നമ്പർ മാറിപ്പോകരുത്. ചാൾസ് ഒന്നാമനാണ്. ഇതിൽ ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനൊക്കെ ഈ സ്റ്റുവേർട്ട് രാജാക്കന്മാരിൽ പ്രധാനികളായിരുന്നു. അപ്പം അതിൽ ചാൾസ് ഒന്നാമനാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ് കേട്ടോ. പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചത് ആരാണ്? ചാൾസ് ഒന്നാമനാണ്. ഇനി വർഷം കൂടി ഓർത്തു വയ്ക്കുക. 1628 എന്നാണ് 1628. ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച വർഷം 1628 ഇനി ട്രൈനിയൽ ആക്ട് 1641 ബന്ധപ്പെട്ട പാർലമെൻറ്റ് ഏതാണ്? ട്രൈനിയൽ ആക്ട് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് റെവല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ആൻസർ പറയുമ്പോൾ പറയാം അല്ലേ. അപ്പോൾ ട്രൈനിയൽ ആക്ട് 1641 ബന്ധപ്പെട്ട പാർലമെൻറ്റ് ഏതാണ്? ഏത് പാർലമെൻറ്റാണ്? ലോങ് പാർലമെൻറ്റ് അഥവാ നീണ്ട പാർലമെൻറ്റ് കേട്ടോ. ലോങ് പാർലമെൻ്റ് ആണ് ഈ ട്രൈനിയൽ ആക്ട് 1641 ബന്ധപ്പെട്ടത്. ഈ ലോങ് പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വർഷം 1640 മുതൽ 1660 വരെയാണ് കേട്ടോ. ഇതും ഒന്ന് ഓർത്തു വയ്ക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു, തൊട്ട് മുമ്പ് പഠിച്ച ക്വസ്റ്റ്യൻ എന്നാ? പെറ്റീഷൻ ഓഫ് റൈറ്റ് അല്ലേ. അതായത് സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്നതിൽ ഒപ്പുവെച്ചത് ഈ ചാൾസ് ഒന്നാമനാണെന്ന് നമ്മൾ പറയുകയുണ്ടായി. അത് 1628 പക്ഷേ ഈ ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെറ്റീഷൻ ഓഫ് റൈറ്റിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ലംഘിക്കുകയും എന്നിട്ട് പാർലമെൻറ്റ് പിരിച്ചുവിട്ടിട്ട് 11 വർഷത്തോളം സ്വേച്ഛാധികാരിയായിട്ട് ഇംഗ്ലണ്ടിൽ നടക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു യുദ്ധം വന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് വേണം? പണത്തിൻ്റെ ആവശ്യം വന്നല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പുതിയ നികുതി നിർദ്ദേശങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ അംഗീകരിക്കാനായിട്ട് അദ്ദേഹം 1640 പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുകയുണ്ടായി. ഈ പാർലമെൻറ്റ് 1660 വരെ തുടർന്നു. അതിനെയാണ് നീണ്ട പാർലമെൻറ്റ് അഥവാ ലോങ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1640 മുതൽ 1660 വരെയാണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ ഈ ട്രൈനിയൽ ആക്ട് 1641 ഏത് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്? ലോങ് പാർലമെൻറ്റായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം അറിയപ്പെട്ടത് എന്താണ്? കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ്. എങ്ങനെയാണ് അറിയപ്പെട്ടത്? കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ്. കോമൺവെൽത്ത് കാലഘട്ടം. അതിൻ്റെ കാലഘട്ടം എന്നാണ്? 1649 മുതൽ 1658 വരെയാണ് കേട്ടോ. 49 മുതൽ 58 വരെ. ഈ ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആരായിരുന്നു അദ്ദേഹം? ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നത് അത് ഈ പാർലമെൻറ്റിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മൾ ലോങ് പാർലമെൻറ്റ് പഠിച്ചു. ഇനി റംബ് പാർലമെൻറ്റ് അഥവാ അവശിഷ്ട പാർലമെൻറ്റ് ഉണ്ട്. അതായത് ഈ പാർലമെൻറ്റും രാജാവും തമ്മിലുള്ള ബന്ധമൊക്കെ ഇംഗ്ലണ്ടിൽ വഷളായി. എന്നിട്ടത് അവിടെ ആഭ്യന്തര യുദ്ധം, അതായത് ഉള്ളിൽ തന്നെ ആഭ്യന്തര യുദ്ധമൊക്കെ നയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമരത്തിൽ രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റ് വിഭാഗം വിജയം നേടി. അതേ തുടർന്ന് അധികാരത്തിൽ വന്നയാളാണ് ആര്? ഈ ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്തു? അദ്ദേഹത്തെ എതിർത്ത മെമ്പർമാരെയൊക്കെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളെ മാത്രമാണ് പിന്നീട് ആ പാർലമെൻറ്റിൽ ഉണ്ടായത്. അതുകൊണ്ട് ആ പാർലമെൻറ്റിനെയാണ് അവശിഷ്ട പാർലമെൻറ്റ് അഥവാ റംബ് പാർലമെൻറ്റ് എന്നറിയപ്പെട്ടിരുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. എന്താണ് റംബ് പാർലമെൻറ്റ്? അത് ഒലിവർ ക്രോംവെല്ലുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വയ്ക്കുക, റംബ് പാർലമെൻറ്റ് കേട്ടോ. പിന്നെ ഇപ്പോൾ പഠിച്ചത് എന്താണ്? ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം അറിയപ്പെട്ടിരുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ്. അത് 1649 മുതൽ 1658 വരെയാണ്. ഈ ഒലിവർ ക്രോംവെല്ലിൻ്റെ മറ്റൊരു പേര്, അല്ലെങ്കിൽ ഒലിവർ ക്രോംവെൽ അറിയപ്പെടുന്ന പേര് ഏതാണ്? ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടും കേട്ടോ. ഒലിവർ ക്രോംവെൽ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ലോർഡ് പ്രൊട്ടക്ടർ. അടുത്ത ചോദ്യം, ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികൾ ഏതാണ്? ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികൾ ഏതാണ്? വിഗ് ആൻഡ് ടോയി ആണ് കേട്ടോ. വിഗ് ആൻഡ് ടോറി. വിഗ് ആൻഡ് ടോറിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ചാൾസ് രണ്ടാമൻ്റെ കാര്യമാണ്.
അപ്പോൾ ഒലിവർ ക്രോംവെല്ലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ ഒലിവർ ക്രോംവെല്ലിന് ശേഷം അധികാരത്തിൽ വന്നതാണ് ചാൾസ് രണ്ടാമൻ. ഈ ചാൾസ് രണ്ടാമന് ശേഷം പിന്നെ ആര് വരുന്നുണ്ട്? ജെയിംസ് രണ്ടാമൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, ആദ്യം ഒലിവർ ക്രോംവെൽ വന്നു. ഒലിവർ ക്രോംവെല്ലിന് ശേഷം വന്നത് ആരാണ്? ചാൾസ് രണ്ടാമനാണ്. ചാൾസ് രണ്ടാമന് ശേഷം ആര് വരുന്നുണ്ട്? ജെയിംസ് രണ്ടാമനും വരുന്നുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ച ഈ അധികാര കൈമാറ്റം അറിയപ്പെടുന്നത് എന്താണ്? അതാണ് മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഒന്നും കൂടി നോക്കാം. ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ച അധികാര കൈമാറ്റം അല്ലേ? സ്വേച്ഛാധിപത്യം മാറ്റിയിട്ട് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു രാജവാഴ്ചയ്ക്ക് അധികാര കൈമാറ്റം, അതിനെയാണ് നമ്മൾ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ ഹംഡൺ ആണ്. ജോൺ ഹംഡൺ. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹംഡൺ ആണ്. ജോൺ ഹംഡൺ. അടുത്ത ചോദ്യം. ബിൽ ഓഫ് റൈറ്റ്സ് അഥവാ അവകാശ നിയമം, ഇവിടെ വർഷമാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതാണ് വർഷം വരുന്നത്? ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ വർഷം വരുന്നത് 1689 ആണ് കേട്ടോ. അപ്പോൾ രാജഭരണത്തിന് മേൽ പാർലമെൻറ്റിൻ്റെ നിയന്ത്രണം നടപ്പാക്കിയത് പുതിയതായി നിർമ്മിച്ച നിയമങ്ങളുടെ ഒരു പരമ്പരയിലൂടെയായിരുന്നു. അതിൽ സുപ്രധാനമായതാണ് ഈ 1689 അവകാശ നിയമം അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി ഉണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായ സംഭവം ഏതാണ്? നമുക്കറിയാം, യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപാദന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഈ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് തൊഴിലാളികളുടെ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉണ്ടായ സംഭവമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതാണത്? അത് പീറ്റർലൂ കൂട്ടക്കൊലയാണ്. പീറ്റർലൂ കൂട്ടക്കൊല. വർഷം ഓർത്തിരിക്കുക, 1819. 1819. അപ്പോൾ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപാദന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവം എന്നറിയപ്പെടുന്നത്. ആ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായുണ്ടായി തൊഴിലാളി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായ ഒരു സംഭവമാണ് പീറ്റർലൂ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഗ്രീൻ റിബൺ ക്ലബ്ബ്. അത് ഏത് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന രീതിയിലാണ് ചോദിക്കാറ്. അപ്പോൾ ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്? രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി റിലേറ്റ് ചെയ്തതാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഗ്രീൻ റിബൺ ക്ലബ്ബ്. ഈ ഗ്രീൻ റിബൺ ക്ലബ്ബ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? തുടക്കത്തിൽ അതിൻ്റെ പേര് കിങ്സ് ഹെഡ് ക്ലബ്ബ് എന്നായിരുന്നു. കിങ്സ് ഹെഡ് ക്ലബ്ബ്. അതായത് 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ചാൻസലറിലെ കിങ് ഹെഡ് ഭക്ഷണശാലയിൽ ഒത്തുകൂടിയിരുന്ന ഒരു ലണ്ടൻ രാഷ്ട്രീയ ക്ലബ്ബാണ് ഈ ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഏത് റെവല്യൂഷനായി റിലേറ്റ് ചെയ്തതാണ് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏത് റെവല്യൂഷനായി റിലേറ്റ് ചെയ്തതാണ്? ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി റിലേറ്റ് ചെയ്തതാണ്. ഇനി അടുത്ത ഈ 4 കൊടുത്തിരിക്കുന്നത് വ്യാവസായിക വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ ഇത് ഓരോന്നും ആരൊക്കെയാണ്, ഏത് ശാസ്ത്രജ്ഞന്മാരാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത്. ആദ്യം നോക്കിയേ, ഫ്ലൈയിങ് ഷട്ടിൽ. ഫ്ലൈയിങ് ഷട്ടിൽ ആരാണ് കണ്ടുപിടിച്ചത്? ഫ്ലൈയിങ് ഷട്ടിൽ ആരാണ്? ജോൺ കെ ആണ് കേട്ടോ. ജോൺ കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജോൺ കെ. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ. മാച്ച് ദ ഫോളോയിങ് രീതിയിലൊക്കെ വരാറുള്ളതാണ്. പിന്നെ ആവിയന്ത്രം. ആവിയന്ത്രം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ആരാണ്? ജെയിംസ് വാട്ട് ആണ്. ജെയിംസ് വാട്ട്. ആവിയന്ത്രം ജെയിംസ് വാട്ട്. സ്പിന്നിങ് ജെന്നി. സ്പിന്നിങ് ജെന്നി ജെയിംസ് ആണ്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ജെയിംസ് ഹാർഗ്രീവ്സ്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് കേട്ടോ. ഹാർഗ്രീവ്സ്. സ്പിന്നിങ് ജെന്നി.
എന്തെങ്കിലും ഒരു കോഡൊക്കെ ഇട്ട് ഓർത്ത് വയ്ക്കുക. പിന്നെ അവസാനം ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ ആണ്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഈ ഒരു കണ്ടുപിടുത്തമായി റിലേറ്റ് ചെയ്ത് മിക്കവാറും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഒന്നും കൂടി നോക്കാം. ഫ്ലൈയിങ് ഷട്ടിൽ എന്ന് പറയുന്നത് ജോൺ കെ. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. ആവിയന്ത്രം ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. അടുത്തത്, ശതവത്സര യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലണ്ട് വേഴ്സസ് ഫ്രാൻസ്. ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് കേട്ടോ. അതിൻ്റെ വർഷം 1337 മുതൽ 1453 വരെയാണ് ശതവത്സര യുദ്ധം നടന്നത്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ 1337 മുതൽ 1453 വരെ. ഈ ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ പോരാടിയ വനിത ആരാണ്? ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ പോരാടിയ വനിത ആരാണ്? ജോവാൻ ഓഫ് ആർക്ക് ആണ്. ആരാണ്? ജോവാൻ ഓഫ് ആർക്ക്. ഓക്കെ. അപ്പോൾ ശതവത്സര യുദ്ധം നടന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ്. 1337 മുതൽ 1453 വരെയാണ്. അപ്പോൾ ഈ ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ പോരാടിയ വനിതയാണ് ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് ആരാണ്? അത് റാണി ലക്ഷ്മിബായി ആണ് കേട്ടോ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായി ആണ് നമ്മൾ ജോവാൻ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെടുന്നത്. ഇനി കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ ആരാണ്? അക്കാമ ചെറിയാനാണ് കേട്ടോ. കേരളത്തിൻ്റെ അക്കാമ ചെറിയാനാണ് ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടായി റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വർഷം ഓർത്തിരിക്കുക. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഒന്ന് ഓടിച്ച് ഈ ഒരു ഇംഗ്ലണ്ടായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തു വയ്ക്കാം. എന്തൊക്കെയായിരുന്നു? വർഷം 1688. പിന്നെ രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നു അല്ലേ, ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ട്യൂഡർ രാജവംശം. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റുവേർട്ട് രാജവംശം വന്നു അല്ലേ. പിന്നെ ചാൾസ് ഒന്നാമൻ ഉണ്ടായി, ജെയിംസ് ഒന്നാമൻ. പിന്നെ പാർലമെൻറ്റിൻ്റെ കാര്യം, 2 പാർലമെൻറ്റ് നമ്മൾ പഠിച്ചു, ലോങ് പാർലമെൻറ്റും അതോടൊപ്പം തന്നെ റംബ് പാർലമെൻറ്റ്. ആ റംബ് പാർലമെൻറ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒലിവർ ക്രോംവെല്ലിൻ്റെ കാര്യം ഓർത്തു വയ്ക്കുക. ഒലിവർ ക്രോംവെൽ റംബ് പാർലമെൻറ്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെൻറ്റ് എന്നുള്ളത് ഓർത്തു വയ്ക്കണം. പിന്നെയോ ആ ഭരണ കാലഘട്ടമായിരുന്നു കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത്. പിന്നെ ജോൺ ഹംപ്ടനെ പറ്റി പറഞ്ഞു. ആരായിരുന്നു? മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ജോൺ ഹംപ്ടൺ ആണ് അല്ലേ, ജോൺ ഹംപ്ടൺ ആണ്. പിന്നെ ബിൽ ഓഫ് റൈറ്റ്സ് വർഷം 1689 ആണ്, 1689. പിന്നെ വ്യാവസായിക വിപ്ലവവുമായി റിലേറ്റ് ചെയ്തിട്ട് പീറ്റർ ലൂ കൂട്ടക്കൊലയുടെ കാര്യം പറഞ്ഞു, ഗ്രീൻ റിബൺ ക്ലബിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ആ കണ്ടുപിടുത്തങ്ങളുണ്ടല്ലോ, ആ 4 കണ്ടുപിടുത്തവും ആ ശാസ്ത്രജ്ഞൻ്റെ പേരും ഓർത്തു വയ്ക്കണം. പിന്നെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ശതവത്സര യുദ്ധമാണ് കേട്ടോ. അപ്പോൾ ഈ ശതവത്സര യുദ്ധം നടന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കാം. ഇത്രയുമാണ് പ്രധാനപ്പെട്ട് നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അഥവാ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി റിലേറ്റ് ചെയ്ത് ലോക ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. നമുക്കിതുപോലെ അടുത്ത റെവല്യൂഷനായിട്ട് വീണ്ടും കാണാം. താങ്ക്